ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്കൊരു 2 സവാള ഇതുപോലെ അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 2 പച്ചമുളക് അരിഞ്ഞതും അല്പം കറിവേപ്പില അരിഞ്ഞതും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതാ ഉള്ളിലേക്ക് ഇവിടെ നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് അല്പം മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. ഇത്രയും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിന് വേണ്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബ്രെഡാണ് വേണ്ടത്. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡ് വേണമെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സൈഡ് കട്ട് ചെയ്ത് മാറ്റുന്നൊന്നുമില്ല. പിന്നെ നമുക്ക് ഇനി ബ്രെഡ് മുക്കിയെടുക്കാനൊരു മുട്ടയുടെ മിക്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 2 മുട്ട എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് പാലും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് കൂടുതൽ സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു സോസ് പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം ചൂട് കട്ടിയുള്ള തന്നെ ഒരു പാത്രം എടുക്കാം. അതിലേക്ക് നമുക്ക് അടിയിലും സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് നെയ്യൊന്ന് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഓരോ ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ടും ഈ ഒരു മുട്ടയുടെ മിക്സിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം പാനിൽ നിരത്തി വെച്ച് കൊടുക്കാം. പിന്നെ പാനിലേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇത് ബ്രെഡിൻ്റെ പകുതി ഭാഗം ഇതുപോലെ ഒന്ന് കയറ്റി വെച്ച് കൊടുക്കണം കേട്ടോ. അതുപോലെ ഗ്യാപ്പൊക്കെ നമുക്ക് ബ്രെഡിൻ്റെ പീസ് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഗ്യാപ്പൊന്നും ഇല്ലാതെ ബ്രെഡ് നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയിൽ നിന്ന് പകുതി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഫില്ലിങ് നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി വേണ്ടത് മുട്ട പുഴുങ്ങിയതാണ്. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ 2 മുട്ട പുഴുങ്ങിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു മുട്ടയെ 4 ആയിട്ടാണ് കേട്ടോ മുറിച്ച് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് മുട്ടയുടെ പീസ് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ മുട്ടയുടെ മുകളിലേക്ക് നമുക്ക് ബാക്കിയുള്ള മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ കുറച്ച് മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചീസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ചീസ് ഇല്ലാതെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ബ്രെഡും കൂടെ നമ്മൾ നേരത്തെ മുക്കിയെടുത്തിട്ടുള്ള മുട്ടയുടെ മിക്സിയിൽ തന്നെ മുക്കിയെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഈ ഒരു മസാല കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ നിരത്തി വെച്ച് കൊടുക്കാം. ഇതുപോലെ മസാലയൊന്നും കാണാത്ത വിധത്തിൽ തന്നെ ആ ഗ്യാപ്പൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കണം കേട്ടോ. ബ്രെഡിൻ്റെ പീസ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് സ്റ്റൗ എത്തിച്ച് ഏറ്റവും കുറഞ്ഞ തീയിലിട്ടിട്ട് നമുക്കിതൊരു 7 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിത് വെച്ചിട്ട് ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സൈഡ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ മറിച്ചിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ മറ്റൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലൊന്ന് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒരു 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഈ ഒരു സൈഡും കൂടെ റെഡി ആയിട്ട് വരും. അപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള എഗ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.